ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ അല്ലെങ്കിൽ EVM ഇതിനെക്കുറിച്ച് കേട്ടിട്ടില്ലാത്തവർ കാണില്ല. 18 വയസ്സ് കഴിഞ്ഞാൽ എല്ലാവരും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് വോട്ട് ചെയ്തും കാണും. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ചില പ്രസക്തമായ കാര്യങ്ങൾ പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്, ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് വോട്ട് ചെയ്ത് എവിടെയാണ് എന്നൊരു ചോദ്യം വരികയാണെങ്കിൽ, ആദ്യമായിട്ട് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് തിരഞ്ഞെടുപ്പ് നടത്തിയത് കേരളത്തിലാണ്. കേരളത്തിൽ 1982 അസംബ്ലി ഇലക്ഷന് നോർത്ത് പരവൂരിൽ ആദ്യമായിട്ട് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് തിരഞ്ഞെടുപ്പ് നടത്തി. ഒരു കോൺഫറൻസിൽ മാത്രം. ആ കോൺഫറൻസിലെ എല്ലാ ബൂത്തിലും EVM ഉപയോഗിച്ചില്ല. ഒരു 1/3 ബൂത്തിൽ EVM ഉപയോഗിച്ച് തിരഞ്ഞെടുപ്പ് നടത്തി. ബാക്കിയുള്ള ബൂത്തുകളിൽ ബാലറ്റ് പേപ്പർ ഉപയോഗിച്ചുമാണ് തിരഞ്ഞെടുപ്പ് നടത്തിയത്. തിരഞ്ഞെടുപ്പിൽ പ്രധാനമായ കണ്ടസ്റ്റൻസ് LDF കാൻഡിഡേറ്റും UDF കാൻഡിഡേറ്റുമായിരുന്നു. ഇലക്ഷൻ കഴിഞ്ഞ് LDF കാൻഡിഡേറ്റ് വിജയിച്ചു, UDF കാൻഡിഡേറ്റ് പരാജയപ്പെട്ടു. UDF കാൻഡിഡേറ്റ് എന്ത് ചെയ്തു? നേരെ ഹൈക്കോടതിയിൽ പോയി ഒരു കേസ് കൊടുത്തു. കേസ് എന്താണെന്ന് വെച്ചാൽ, ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിക്കാൻ ഈ ആക്റ്റിൽ പറയുന്നില്ല. റെപ്രസെൻറ്റേറ്റീവ് പീപ്പിൾ ആക്ട് അനുസരിച്ചാണ് തിരഞ്ഞെടുപ്പ് നടത്തുന്നത്. റെപ്രസെൻറ്റേറ്റീവ് പീപ്പിൾ ആക്ടിനനുസരിച്ച് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിക്കാൻ പറഞ്ഞിട്ടില്ല, അനുവദിച്ചിട്ടില്ല. അതുകൊണ്ട് ഇത് ഉപയോഗിച്ചത് തെറ്റാണ്, ഇൻവാലിഡേറ്റ് ചെയ്യണം. ഹൈക്കോടതി ഈ കേസ് തള്ളിക്കളഞ്ഞു. സുപ്രീം കോടതിയിൽ അദ്ദേഹം പോയി. സുപ്രീം കോടതി ഈ കേസ് കേട്ടു. സുപ്രീം കോടതി കേസ് കേട്ടതിന് ശേഷം പറഞ്ഞു, ശരിയാണ്, EVM ഉപയോഗിക്കാൻ നിയമം പറയുന്നില്ല. അതുകൊണ്ട് ഫ്രഷ് ഇലക്ഷൻ നടത്താൻ സുപ്രീം കോടതി പറഞ്ഞില്ല. സുപ്രീം കോടതി പറഞ്ഞത് ഏകദേശം 35 ബൂത്തുകളിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ചു. അവിടെ വീണ്ടും തിരഞ്ഞെടുപ്പ് നടത്തണം, ബാലറ്റ് പേപ്പർ ഉപയോഗിച്ചു. ബാക്കിയുള്ള പോളിംഗ് ബൂത്തിലെ റിസൾട്ട് അവിടെ ഉണ്ടല്ലോ. ഇവിടെ ബാലറ്റ് പേപ്പർ ഉപയോഗിച്ച് വീണ്ടും തിരഞ്ഞെടുപ്പ് നടത്തുക, എന്നിട്ട് ഇത് ടോട്ടൽ ചെയ്തിട്ട് റിസൾട്ട് അനൗൺസ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ വീണ്ടും ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ചിടത്തെല്ലാം വീണ്ടും തിരഞ്ഞെടുപ്പ് നടത്തി റിസൾട്ട് പ്രഖ്യാപിച്ചു. റിസൾട്ട് പ്രഖ്യാപിച്ചപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞാണ് ഇലക്ഷൻ നടക്കുന്നത്. ഇലക്ഷൻ റിസൾട്ട് വന്നപ്പോൾ UDF കാൻഡിഡേറ്റ് ജയിക്കുകയും LDF കാൻഡിഡേറ്റ് പരാജയപ്പെടുകയും ചെയ്തു. അതിനുശേഷം 1989 പാർലമെൻറ്റ് ഒരു അമെൻമെൻറ്റ് വരുത്തി. റെപ്രസെൻറ്റേറ്റീവ് പീപ്പിൾ ആക്ടിൽ ഒരു അമെൻമെൻറ്റ് വരുത്തി 61A എന്നൊരു സെക്ഷൻ ആഡ് ചെയ്തു. അതും പ്രകാരം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനും ഉപയോഗിക്കാം. ഇപ്പോൾ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ബാലറ്റ് പേപ്പർ ഉപയോഗിക്കാം, രണ്ടും ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ സാധാരണ ഇതിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിക്കാറുള്ളൂ. നമ്മുടെ പോസ്റ്റ് ബാലറ്റിനൊക്കെയാണ് കുറച്ച് ബാലറ്റ് പേപ്പർ അടിക്കുന്നേ ഉള്ളൂ. ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ചുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, ഇൻവാലിഡ് വോട്ട്സ് കാണത്തില്ല, അതും അസാധു വോട്ട് കാണത്തില്ല. അതുപോലെ ഒരുപാട് സ്റ്റേഷനറി ഐറ്റംസ് സേവ് ചെയ്യാൻ പറ്റും, റിസൾട്ട് പെട്ടെന്ന് അനൗൺസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയല്ല അഡ്വാൻറ്റേജസ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുണ്ട്. എങ്കിലും ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾ ഉപയോഗിക്കുന്നു, ഭൂട്ടാൻ ഉപയോഗിക്കുന്നു, നേപ്പാൾ ഉപയോഗിക്കുന്നു. പക്ഷേ അമേരിക്ക, ബ്രിട്ടൻ, ജർമ്മനി തുടങ്ങിയ ഹൈലി ഡെവലപ്ഡ് കൺട്രീസൊന്നും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഓർത്തിരിക്കുക, എപ്പോഴും ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ആദ്യമായിട്ട് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ചത് കേരളത്തിലാണ്. നോർത്ത് പരവൂരിൽ നടന്ന തെരഞ്ഞെടുപ്പിലാണ് ഇത് ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത്. ഈ 89 അമെൻമെൻറ്റ് വരുത്തിയതിന് ശേഷം 98 മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഡൽഹി ഈ 2 സ്റ്റേറ്റിലെ ഒരു യൂണിയൻ ടെറിട്ടറിയിലെയും ഇലക്ഷൻസ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് നടത്തി. അതുപോലെ അടുത്ത കൊല്ലം ഗോവയിലെ തിരഞ്ഞെടുപ്പും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് നടത്തി. അതിനുശേഷം 2004 തൊട്ട് ഇന്ത്യ മുഴുവനും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ചാണ് വോട്ടിംഗ് നടത്തുന്നത്. ഇനി വേറെ 2 കാര്യങ്ങളോട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തിരിക്കണം. ഇപ്പോൾ എല്ലാ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലും നോട്ട് എ ബട്ടൺ ഉണ്ടായിരിക്കണം. നോട്ട് എ ബട്ടൺ വെച്ചാൽ നൺ ഓഫ് ദി എബോവ്. അതായത് വോട്ട് ചെയ്യാൻ വരുന്നേക്ക് ഈ സ്ഥാനാർത്ഥികളിൽ ഒന്നും താല്പര്യമില്ല, ഇവരെല്ലാം റിജക്റ്റ് ചെയ്യാനുള്ള അധികാരം നോട്ട് എ ബട്ടൺ കൊടുക്കുന്നു. ഇവർ ലാസ്റ്റിൽ നോട്ട് എ ബട്ടൺ ഉണ്ടായിരിക്കും. നോട്ട് എ ബട്ടൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ അതിനർത്ഥം ഇതിൽ ആരും തിരഞ്ഞെടുക്കപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് വോട്ട് പറയുന്നതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വിധി കോടതിയിൽ നിന്ന് വന്നത്? 2014 പീപ്പിൾസ് യൂണിയൻ ഓഫ് സിവിൽ ലിബർട്ടീസ് എന്നൊരു സ്ഥാപനം ഒരു കേസ് കൊണ്ട് സുപ്രീം കോടതി കൊടുത്തു. അവർ കൊടുത്ത കേസ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം കോൺട്രാക്ട് ഓഫ് ഇലക്ഷൻ റൂൾസ്, നമ്മുടെ ഇലക്ഷൻ നടത്താനുള്ള റൂൾസിൽ 49O എന്ന റൂളുണ്ട്. 49O
49O പറയുന്നത് ഏത് വോട്ടർക്കും പോളിംഗ് ബൂത്തിൽ ചെന്ന് പേരെല്ലാം എൻട്രി ചെയ്ത് ഇതെല്ലാം കുത്തിക്കഴിഞ്ഞിട്ട് ലാസ്റ്റിൽ അവർക്ക് പറയാം എനിക്ക് വോട്ട് ചെയ്യാൻ താല്പര്യമില്ല, അവിടെ വെച്ച് വോട്ട് ചെയ്യാൻ താല്പര്യമില്ല എന്ന് എഴുതി കൊടുത്തിട്ട് തിരിച്ചു വരാം. അതിൻ്റെ അർത്ഥം ഇയാൾക്കുള്ള റൈറ്റ് വേണമെങ്കിൽ എല്ലാവരും തിരഞ്ഞെടുക്കേണ്ടതെന്ന് പറയാനുള്ള അവകാശമുണ്ടെങ്കിലും അത് ഓപ്പണായിട്ടാണ് പറയുന്നത്. നമ്മൾ വോട്ടിംഗ് രഹസ്യമായിട്ട് നടക്കുമ്പോൾ റിജക്റ്റ് ചെയ്ത് നമ്മൾ ഓപ്പണായിട്ട് പോളിംഗ് ബൂത്തിൽ ചെന്ന് പറയും. അത് ശരിയല്ല. ഇലക്ട്രിസിറ്റി അത് രഹസ്യമായിട്ട് നടത്തണം. അതുകൊണ്ട് സുപ്രീം കോടതി പോയി. സുപ്രീം കോടതി പറഞ്ഞ് ശരിയാണ്, ഇനി മുതൽ അതും രഹസ്യമായിരിക്കണം. ആർക്ക് വേണമെങ്കിൽ പോളിംഗ് ബൂത്തിൽ പോകാം, അവരൊന്നും വിട്ടേണ്ട, നോട്ട ബട്ടൺ വോട്ട് ചെയ്ത് തിരിച്ചു വരാം, ആരും അറിയത്തില്ല. അതാണ് നോട്ട സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. എല്ലാ ബാലറ്റ് പേപ്പറിലും ഈ നോട്ട എഴുതി വെച്ചിരിക്കണം. അതുപോലെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ നോട്ട ബട്ടൺ ഉണ്ടായിരിക്കണം. അതോടൊപ്പം വേറെ പരിഷ്കാരം കൊണ്ട് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ വന്നിട്ട് VVPAT സിസ്റ്റം, വോട്ടർ വെരിഫൈഡ് പേപ്പർ ഓഡിറ്റ് ട്രെയിൽ എന്നാണ്. വോട്ടർ വെരിഫൈഡ് പേപ്പർ ഓഡിറ്റ് ട്രെയിൽ. അപ്പോൾ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ടാമ്പർ ചെയ്യാം എന്ന് കുറേ പേർ അഭിപ്രായപ്പെടുന്നുണ്ട്. ചില ഇലക്ട്രോണിക് എഞ്ചിനീയേഴ്സ് പറഞ്ഞു ഇത് ടാമ്പർ ചെയ്യാം, നമ്മൾ വോട്ട് ചെയ്യുന്ന ഒരു പാർട്ടിക്കായിരിക്കും, വോട്ട് ചെയ്യുന്ന വേറെ പാർട്ടിക്കായിരിക്കും. അങ്ങനെ ടാമ്പർ ചെയ്യാവുന്ന ഒരുപാട് അലിഗേഷൻ വന്നു. പലരും സുപ്രീം കോടതിക്ക് കേസ് കൊടുത്തു. സുപ്രീം കോടതി ഇലക്ഷൻ കമ്മീഷനോട് പറഞ്ഞു നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്. ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു ഞങ്ങളുടെ ടെക്നിക്കൽ കമ്മിറ്റി അഡ്വൈസ് ചെയ്തിരിക്കുന്നത് ഇത് ടാമ്പർ ചെയ്യാൻ പറ്റില്ല. അവസാനം സുപ്രീം കോടതി പറഞ്ഞു ഇത് ടാമ്പർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ കേസ് കൊടുത്തവർക്ക് വിശ്വാസം വരാനായിട്ട് പറഞ്ഞു എല്ലാ ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലും VVPAT സിസ്റ്റം ഉണ്ടായിരിക്കണം. അതായത് നമ്മൾ വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പേപ്പർ വോട്ടിംഗ് കൂടെ നടക്കും. നമുക്ക് നോക്കാം നമ്മൾ വോട്ട് ചെയ്ത സിമ്പലിനെ തന്നെയാണ് വോട്ട് ചെയ്തത്. അത് വെരിഫൈ ചെയ്യാനുള്ള ഒരു 6-7 മിനിറ്റ് നമുക്ക് ചെക്ക് ചെയ്യാം. അത് കഴിയുമ്പോൾ ആ പേപ്പർ വോട്ടിംഗ് മാറിക്കിട്ടും. വേറെ ആർക്കും നോക്കാനും പറ്റില്ല. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടാകുകയാണെങ്കിൽ ഇത് വെരിഫൈ ചെയ്യാൻ സാധിക്കും. അതാണ് VVPAT സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അത് സുപ്രീം കോടതി ഉത്തരവനുസരിച്ചാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി 2 കാര്യങ്ങളുടെ ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉണ്ടാക്കുന്നത് ഭാരത് ഇലക്ട്രോണിക്സ് ബാംഗ്ലൂരും ഇലക്ട്രോണിക് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഹൈദരാബാദിലുമാണ്. ഈ 2 സ്ഥലത്താണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ നിർമ്മിക്കുന്നത്. അതുപോലെ തെരഞ്ഞെടുപ്പിനോട് ചേർന്ന് ഇൻഡെലിബിൾ ഇങ്ക് ഉണ്ട്. എല്ലാവരുടെയും വിരലിൽ ഒരു മഷി പുരട്ടുന്നുണ്ട്. ഈ മഷി ഉണ്ടാക്കുന്നത് മൈസൂരിലൊരു കമ്പനിയാണ്. മൈസൂരുള്ള മൈസൂർ പെയിൻറ്റ്സ് ആൻഡ് വാർണിഷ് ലിമിറ്റഡ് എന്നൊരു കമ്പനിയാണ് ഈ മഷി ഉണ്ടാക്കുന്നത്. ഇന്ത്യക്ക് മുഴുവനും ഈ മഷി ഉപയോഗിച്ചാണ് എല്ലാ തിരഞ്ഞെടുപ്പും നടക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തിരിക്കുക, അറിഞ്ഞിരിക്കുക.